അസ്സലാമലൈക്കും. അപ്പം മക്കളെ, നമുക്ക് അച്ചാറിന് അൽഹംദുലില്ലാ അത്യാവശ്യം ഓർഡർ ഉണ്ട് കേട്ടോ. എപ്പോഴും വീടെടുക്കാൻ കഴിയലില്ല. നമ്മളിപ്പോൾ ഇവിടെ ബീട്രൂട്ടും നെല്ലിക്കയും ക്യാരറ്റൊക്കെ കൂടി മിക്സഡാക്കി അച്ചാറുണ്ടാക്കി കൊടുത്തു. അപ്പോൾ കാക്ക സ്കൂളിലെ ടീച്ചർമാർക്കും കുട്ടികൾക്കും കൊണ്ടു കൊടുക്കലാട്ടോ. കാക്ക സ്കൂളിൽ ഡ്രൈവറാണല്ലോ. പിന്നെ പോണ വഴിക്കാരെങ്കിലൊക്കെ അയൽവാസികളൊക്കെ വാങ്ങും. അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ പരിപാടി. കുഴപ്പമില്ല, വാങ്ങിയവരെന്നെ പിന്നെയും വാങ്ങുന്നുണ്ട്. പിന്നെ വാങ്ങി ഈത്തപ്പഴം ഉണ്ടാക്കി കൊടുത്തു. അപ്പം ഇന്ന് നമുക്ക് നിലക്കാക്കി ഞാൻ തിരൂർ മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ സാധനം ഇറക്കൽ. മാർക്കറ്റിൽ പോയി സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോട്ടീസും പിന്നെ മാങ്ങ, നാരങ്ങയും നെല്ലിക്കയും അരിനെല്ലിക്കയൊക്കെ. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുപോകാൻ അച്ചാറില്ല. അപ്പോൾ അരിനെല്ലിക്കയാണ് കേട്ടോ അച്ചാറിന്. ഞാൻ അപ്പം അന്നാന്ന് ഉണ്ടാക്കണത് അന്നാന്ന് കൊടുത്തപ്പോൾ അന്നാന്ന് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ പിന്നെ കേടുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല. 200-ൻ്റെ ബോട്ടിൽസ് കേട്ടോ അവനാക്കി കൊടുക്കുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ എല്ലാവരും വാങ്ങണമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്തോളൂ. അപ്പോൾ ഞാൻ കടവും നല്ലയും ഒലിവീട് വറുത്ത് പൊടിച്ച് തന്നു കേട്ടോ. കുറച്ചാണ്ട് വറുത്ത് പൊടിച്ച് വെക്കും. എന്നിട്ട് അതിന് കുറേശ്ശെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് പൊട്ടിപ്പൊരിയുന്നുണ്ട്. ഇത് കരിയണ്ട. ഈ ചട്ടി ഓഫാക്കട്ടെ. ഈ ചട്ടിയിൽ തന്നെയായിട്ട് ഞാൻ അച്ചാറിടുന്ന ചട്ടി കണ്ട് നിങ്ങൾ ഞെട്ടണ്ട. ഇതൊരു നല്ല കട്ടിങ്ങനൊക്കെ ഉള്ളൊരു കുറേ വർഷങ്ങളായൊരു ചട്ടിയാണ്. ഇതിൽ നമ്മൾ മീനൊക്കെ വറ്റിച്ചു കറിയൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് ബിസിനസ്സൊക്കെ ഉയരട്ടെ. നമുക്ക് പുതിയ ചട്ടിയൊക്കെ വാങ്ങാം, ഉരുളിയൊക്കെ വാങ്ങാം. അപ്പം നിങ്ങൾക്ക് ആക്കിയൊരു അച്ചാർ വേണമെങ്കിൽ പറഞ്ഞോളൂ. സൂപ്പർ അച്ചാർ കേട്ടോ. നമ്മളച്ചാർ നാച്ചുറലാണ്. അപ്പോൾ കുറേ കാലം നമ്മൾ അച്ചാർ ഇരിക്കൂല. കാരണം നമ്മൾ 200-ൻ്റെ ബോട്ടിലാണ് കൊടുക്കുന്നത്. അന്നാന്നുണ്ടാക്കി കൊടുക്കുക. ഇവിടെ ഉണ്ടാക്കുന്നത് കഴിയും. അങ്ങനെയാണ് കേട്ടോ. അൽഹംദുലില്ലാ. അപ്പം ഞാൻ അത്യാവശ്യം ഒരു 10-40 ബോട്ടിൽസ് ഞാൻ ഉണ്ടാക്കി കൊടുത്തു 200-ൻ്റെ കേട്ടോ. ഡെയിലി എല്ലാവരും വാങ്ങാണ്ടേ. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് പനിയൊക്കെ ആയപ്പോൾ കുറച്ച് നിർത്തി വെച്ചു. പനി മാറിയപ്പോൾ കൊണ്ടും തുടങ്ങി. അപ്പോൾ ഇത് ശരിയായി ഞാനിത്. അപ്പം ഞാൻ ആ ചട്ടിയത്തെ ഇതോ ഇവിടെ ഒരു പ്ലേറ്റിക്ക് ചൂടാറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടാറിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പം ഞാൻ ബിസ്മിൻ ജെല്ലി നല്ലെണ്ണയാണ് കേട്ടോ. നമ്മളെ നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കണത്. നരുന്നെല്ലിക്ക കേട്ടോ അച്ചാറിടണം. അപ്പം ഞാനിതാ കടുകും ഉലുവയും നല്ലീരും പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിക്ക് നമുക്ക് വെളുത്തുള്ളി ഇതാ നമുക്ക് ഓരോട്ട് കുത്തിയതാണ്. അതായിക്ക് ഒരു കുട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില കേട്ടോ ഒക്കെ ഇട്ട് നല്ലോണം മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മളെ പൊടികളെല്ലാം ഇട്ടു. ഇനി വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒക്കെ ഒന്ന് വഴറ്റിട്ടു. ഇനി നമുക്ക് ഇതിക്ക് നെല്ലിക്കട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി, കാശ്മീരി മുളക്, പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ച പൊടി, കായം, മഞ്ഞൾപ്പൊടി, അച്ചാർ പൊടി ഇതൊക്കെ ഇട്ടിട്ടത്. അപ്പം നെല്ലിക്ക ഞാൻ ഒന്ന് രാവിലെ ഉപ്പും പഞ്ചാരയും കൂടി ഇട്ട് കൈ മിക്സാക്കിയാണ് കുപ്പിയിൽ വെച്ചതാട്ടോ. അപ്പം ഇനി നമുക്കത് കിട്ടും. അപ്പോൾ അതാണ് നെല്ലിക്ക കേട്ടോ. അപ്പം നെല്ലിക്ക ഇട്ട് കഴിഞ്ഞിട്ടൊന്ന് മിക്സാക്കി. അപ്പം ഞാൻ എല്ലാ അച്ചാറിലും കുറച്ച് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഒരു സ്വീറ്റ്നെസ്സും ഉണ്ടാവും, ഗ്രേവിക്കും ഒന്നുകൂടെ കട്ടിയും ഉണ്ടാവും കേട്ടോ. ഇനി പൊടികളൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. സുർക്ക ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒക്കെ ചെയ്യേ. ഇനി നമ്മളെ പച്ചക്കടക് ഇങ്ങനെ കുറച്ചൊന്ന് വറുത്ത് കണ്ടത് ചേർക്കണത് അച്ചാറിനൊരു വേറെ ടേസ്റ്റ് വരും കേട്ടോ. അങ്ങനെയും ചേർക്കാറുണ്ട് ഞാൻ കേട്ടോ. അപ്പം ഇനി നമ്മൾ അരിനെല്ലിക്ക ഒന്ന് വേവാനുണ്ട്. പിന്നെ ഇതിൽ പൊടിയും സുർക്കയും മധുരവും ഉപ്പൊക്കെ ഒന്നും പോരെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് 2 സ്പൂണ് പഞ്ചാരയുടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അച്ചാറിന് വേറൊരു ടേസ്റ്റ് വരും. അങ്ങനെയൊക്കെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരാൻ മറക്കരുത്. ഇത് തണുത്തതിൻ്റെ ദിവസം ബോട്ടിലാക്കിയിട്ട് കാക്ക തന്നെ പോകുമ്പോൾ കൊണ്ടുപോകും കേട്ടോ. തന്നെ പിന്നെ അച്ചാർ വേണ്ടിയവർ 62 38 099 313 രാഷ്ട്രീയ നമ്പറാണ്. നമ്പറിൽ വിളിച്ചോളൂ. കൊറിയർ അയച്ചു തരാം. കൊറിയർ ചാർജ് നിങ്ങൾ എടുക്കണം കേട്ടോ. പിന്നെ അടുത്തുള്ളവർക്കൊക്കെ കാക്ക എത്തിച്ച് തരും. അപ്പം അച്ചാർ സെറ്റായി. ഇനി ഓവർ പോവൊന്നും വേണ്ട. പാകത്തിനുള്ള വേവാണ്. ഇനി ചൂട് കിടന്നിട്ടൊന്ന് പോകും. തണുത്തിട്ട് ബോട്ടിലൊക്കെ കൊടുക്കുക. ഇത് മുറുകി വരുമ്പോൾ നിങ്ങൾക്ക് സുർക്കൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മിക്കവാറും ധാരണ ഇതിലൊക്കെ ഉണ്ടെന്ന്.